ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത്ര സ്മൂത്തായിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള ബ്ലാസ്റ്റേഴ്സിൽ മാത്രമല്ല മറ്റ് ഐ.എസ്.എൽ ക്ലബ്ബുകളിലും സമാനമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ആരംഭിച്ച ഇന്റർ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ക്ലബ്ബായിരുന്നു ഇന്റർകാശി. ഇന്റർകാശിയിൽ വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ താരങ്ങളും പരിശീലനവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഐ ലീഗ് ജേതാക്കളായി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോട്ടഡ് ആയിട്ടുള്ള ക്ലബ്ബിനകത്ത് പോലും ആഭ്യന്തര സംഘർഷങ്ങൾ പുകയുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. ഇന്റർകാശിയുടെ കാര്യം പറയാനാണെങ്കിൽ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഇന്റർകാശി പരാജയപ്പെട്ടതിന് ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ തൻ്റെ തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് ക്ലബിനുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ കോച്ചുമാരിൽ ഒരാളായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് സബാസ് മുതിർന്നത്. താരങ്ങൾക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ഒന്നും പ്രോപ്പറായിട്ട് സാലറി ലഭിക്കുന്നില്ല. പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. തൽക്കാലം ഈ മത്സരത്തിലെ പരാജയത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് ടീമിനുള്ളിൽ താരങ്ങൾ അനുഭവിക്കുന്ന അസംതൃപ്തിയെക്കുറിച്ച് കൂടി ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം വളരെ മികച്ച വിന്നിംഗ് ട്രാക്കുള്ള ഒരു ക്ലബ്ബിൽ സാലറി പെൻഡിങ് ആണ് എന്നുള്ളത് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ മറ്റൊരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബിൻ്റെ കൂടി മരണമണി മുഴങ്ങുകയാണോ എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ചോദ്യമാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കെവിൻ യോക്കിനെ പോലെയുള്ള താരങ്ങൾ സീറോ സാലറിയിൽ നല്ല എഫേർട്ട് എടുത്ത് കളിക്കുന്നുണ്ട് എന്നുള്ള സാധനം കൂടി ചേർത്ത് വെക്കണം.